പാലക്കാട്ട് ഒരു പരാജയം അത് അല്പം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പാലക്കാട്ടെ മന്ത്രിമണ്ഡലമായിരുന്ന ചിറ്റൂരിൽ ഇക്കുറി LDF വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് കണക്കിലെ പ്രശ്നം 6510 വോട്ടിൻ്റെ കുറവാണ് ഇവിടെ മുരുകദാസിന് ഉള്ളത്. എന്നാൽ 6984 വോട്ട് മുരുകദാസിൻ്റെ അപരൻ പിടിച്ചു എന്നതാണ്. ഗോകുൽ ഈ സ്വരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, നമ്മൾ പലതരത്തിലും പരാജയത്തെ വിലയിരുത്താറുണ്ട്, പരാജയത്തെ കാണാറുണ്ട്. പക്ഷേ ഈ പരാജയത്തിലെ കൗതുകം ഇത്തിരി സങ്കടകരമായി പോയി എന്ന് വേണം പറയാൻ. അതെ. ഇത് അപരൻ ഇവിടെ UDF വിജയം നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത്തവണ മന്ത്രിമണ്ഡലമാണ് ചിറ്റൂർ. പക്ഷെ മന്ത്രി മത്സരിച്ചില്ല, മറിച്ച് മുരുകദാസാണ് മത്സരിച്ചത്. അത് മുരുകദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ, അതായത് മുരുകദാസ് LDF സ്ഥാനാർത്ഥിയുടെ പേര്. അദ്ദേഹത്തിന് അപരനായി ഒരു മുരുകദാസ് PS എന്ന് പറയുന്ന ഒരാൾ രംഗത്ത് വരുന്നു. ഇങ്ങനൊരു അപരൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത്തവണ സാധാരണ ജനതാദളിന് കറ്റയേന്തിയ കർഷകനായിരുന്നു, അല്ലെങ്കിൽ കർഷക സ്ത്രീയായിരുന്നു ചിഹ്നമായി വരാറ്. പക്ഷേ എന്നാൽ ഇക്കുറി അത് മാറി മോതിരമാകുന്നു. അപരൻ പിടിക്കുന്ന ചിഹ്നം മാല, അതും ഏതാണ്ടൊരു മോതിരം പോലെയുള്ളൊരു മാല. അങ്ങനെ ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ മാറ്റം വരാൻ, അല്ലെങ്കിൽ ആളുകൾ മാറ്റിക്കുത്താനുണ്ടായ ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ അപരൻ പിടിച്ച വോട്ട് നമ്മൾ കാണണം 6984. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം ആകട്ടെ 6510. അതായത് ഈ അപരൻ പിടിച്ച വോട്ട് വെച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു 500 വോട്ടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ 400 വോട്ടിൻ്റെ കുറവ്. അപ്പോൾ ആ അപരൻ അവിടെ ഒരു വലിയ ഫാക്ടറായി എന്നുള്ളത് നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഏതായാലും അങ്ങനെ ഒരു കാര്യം കൂടി അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ മുരുകദാസിനെ, അതായത് അപരനായ മുരുകദാസിനെ നമ്മൾ നിരവധി തവണ ഇന്നലെ മുതൽ വിളിക്കുന്നതാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം വീട്ടിലുമില്ല, അദ്ദേഹം ഇങ്ങോട്ടോ മാറി നിൽക്കുകയാണ്. പറയുന്നത് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് മകളുടെ മറ്റോ ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ മുതൽ അദ്ദേഹം ചിറ്റൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു അപരൻ എങ്ങനെ അവിടുത്തെ ഒരു വിജയത്തെ നിർണ്ണയിച്ചു എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ, ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകാം. ഏതായാലും അതൊരു അവിടുത്തെ ഒരു വിജയത്തെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.